ഞങ്ങളെ വീട്ടിൽ 4 ആൺകുട്ടികളായിരുന്നു. നമ്മളായിരുന്നു ഏറ്റവും ചെറുത്. അപ്പോൾ മഴക്കാലത്ത് നല്ല ഇടി പൊട്ടുന്ന സമയത്ത് ഇടി ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ്. ഉമ്മാക്ക് പേടിയാണ്, വാപ്പക്ക് പേടിയാണ്, മക്കൾക്കും പേടിയാണ്. അപ്പോൾ ഉമ്മയും ഞങ്ങളും മക്കൾ മാത്രമുള്ള സമയത്ത് ഇടി പൊട്ടുമ്പോൾ ഞങ്ങൾ 4 ആളുകളും ഉമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് ഉമ്മയെ എങ്ങനെ കെട്ടിപ്പിടിക്കും. അതുവരെ ഞങ്ങൾ 4 ആളും 4 റൂമിലായിരിക്കും. ഇടി പോകുമ്പോൾ പേടിയാവുമ്പോൾ ഉമ്മയെ വന്ന് കെട്ടിപ്പിടിക്കും. ഉമ്മ 4 ആളെ ഇങ്ങനെ ചുറ്റിപ്പിടിക്കും. അപ്പോഴും ഇടി പൊട്ടുന്നുണ്ടാവും, പക്ഷെ പേടിയില്ല. കാരണം ഉമ്മാൻ്റെ ചൂട് ഇങ്ങനെ കിട്ടുമ്പോൾ പിന്നെയുള്ള പേടിയൊക്കെ ഇല്ലാതാവും. ഈ 4 മക്കളെയും ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇമ്മ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചതുപോലെയാണ് ഓരോ കുടുംബ സംഗമങ്ങളും. തറവാട് എന്ന നിങ്ങളുടെ ഒരു മേൽക്കൂരയുടെ താഴെ പലതരം കുടുംബങ്ങളിൽ നിന്നും പലതരം നാടുകളിൽ നിന്നും ഇങ്ങനെ ഈ തറവാടിൻ്റെ ചൂടിലേക്ക് ഒരുമിച്ച് കൂടിയ മക്കളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ അത്രയും ആളുകൾ. പഴയ ഒരു പാട്ടുണ്ട്. അതിൽ പേരക്കുട്ടിയെക്കുറിച്ച് വല്യപ്പ പാടുന്ന പാട്ടാണ്. പേരക്കുട്ടി ഇപ്പോൾ വലിയ ആളായി, ഡോക്ടറായി. പക്ഷെ വല്യപ്പാൻ്റെ കണ്ണിൽ ഇപ്പോഴും ആ ചെറിയ കുട്ടിയാണ്. പാച്ചു എന്നാണ് വല്യപ്പ വിളിക്കുക. വല്യപ്പാൻ്റെ കണ്ണിൽ പാച്ചു ചെറുതാ. പക്ഷേ പാച്ചു ഇപ്പോൾ വലിയ ആളാവുകയും ഡോക്ടറാവുകയും ഒക്കെ ചെയ്ത കാലത്ത് വല്യപ്പ അവൻ്റെ കുട്ടിക്കാല വരികൾ ഇങ്ങനെയാണ്. അവരുടെ തറവാടിനെ കുറിച്ചാണ് ആ വരികൾ ഇങ്ങനെയാണ്. ഒന്നാമത്തെ വരി ഇങ്ങനെയാണ്: കിലുങ്ങുന്നിത് അറകൾ തോറും, കിലുങ്ങുന്നിത് അറകൾ തോറും കിളിക്കൊഞ്ചലിയ മണികൾ. നമ്മുടെ തറവാടിൻ്റെ ഓരോ മുറിയിലും നീ ആദ്യമായി സംസാരിക്കാൻ പഠിച്ച സമയത്തുള്ള നിന്റെ ആ വാക്കുകൾ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. നീ അത് മറന്നിട്ടുണ്ട്. തറവാടിൻ്റെ മുറ്റമില്ലേ, ആ മുറ്റം ഒരു കാലത്തും മറക്കൂല. നീ ആദ്യമായി നടക്കാൻ പഠിച്ച നടന്ന സമയത്തുള്ള ആ കോരിത്തരിപ്പില്ലേ, ആ കോരിത്തരിപ്പ് നമ്മുടെ തറവാടുകാലത്തും മറക്കൂലടാ. നീ അത് മറക്കും, പക്ഷെ നമ്മുടെ തറവാടിന് നിന്നെ മറക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. തറവാടുകൾ നമുക്കൊക്കെ ഓർമ്മകളാണ്. കാരണം തറവാട് എന്ന് പറയുന്നത് ആ കെട്ടിടമല്ല, അവിടെയുള്ള ചില മനുഷ്യരാണ്. അമ്മാവനോ അമ്മായിയോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നമ്മളാക്കിയ മനുഷ്യന്മാരാണ്. അതാണ് കടമ്മനിട്ട എന്നുള്ള വലിയൊരു കവി ഉണ്ടായിരുന്നു മലയാളത്തിൽ. കടമ്മനിട്ട: നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ. ഞാൻ വളരെ കുറച്ച് സംസാരിക്കുന്നുള്ളൂ കേട്ടോ. അവരുടെ പഴയ വീടുകൾക്ക്, തറവാടുകൾക്ക് വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇല്ലം എന്നൊക്കെ പറയില്ലേ, അതേപോലെ പിന്നെ വിളിക്കുന്നൊരു പേര് മന അല്ലേ. മന എന്നുള്ളത് 2 അക്ഷരങ്ങളല്ല, 2 വാക്കുകളാണ്. ന. വല്ലാത്തൊരു സംഭവമാണ്. സംസ്കൃതമാണ്. ഈ സംസ്കൃതം അതുപോലെ ഇംഗ്ലീഷ്, അറബിക് പോലെയുള്ള ക്ലാസിക് ഭാഷകളുടെ ഒരു പ്രത്യേകത, അതിലെ വാക്കുകളുടെ അകത്ത് കുറേ സാധനങ്ങളുണ്ടാവും. അതേപോലൊരു വാക്കാണ് മന. നിങ്ങൾ ഇപ്പം ഞാൻ കുറച്ചു നേരം സംസാരിക്കുന്ന ഈ സംസാരമൊക്കെ മറന്നോളൂ. ഇതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട, പക്ഷെ ഈ വാക്ക് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ. മ എന്ന് പറഞ്ഞാൽ ഞാൻ. മന എന്നവർ വിളിക്കുന്നത് വീടുകൾക്കാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പം നമ്മുടെ ഒരു വീടുണ്ട് മഞ്ചേരി. ആ വീടിന് അവർ വിളിക്കുന്ന പേരിങ്ങനെയാണ്: മ എന്ന് പറഞ്ഞാൽ ഞാൻ, ന എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പം എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാത്ത സ്ഥലമാണ്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഞാനില്ലാത്ത സ്ഥലമാണ്. നിങ്ങളുടെ വീട് നിങ്ങളില്ലാത്ത സ്ഥലമാണ്. ഞാൻ ഇല്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞാൽ എന്താ?
ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളേ ഉള്ളൂ, ഞങ്ങളേ ഉള്ളൂ. എനിക്ക് മാത്രമായിട്ടൊരു ജീവിതമല്ല. എൻ്റെ കൂടെയുള്ള 3-4 മനുഷ്യരില്ലേ, ആ മനുഷ്യർക്ക് മുഴുവനും വേണ്ടിയുള്ള ഒരു ജീവിതമായി എൻ്റെ ജീവിതം മാറുമ്പോഴേ അതൊരു വീടാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ അത് ഹോസ്റ്റലാണ്, വീടല്ല. ഒരു വീടായി മാറുന്നത് എപ്പോഴാണ്? എനിക്ക് മാത്രമായിട്ട് കുറേ സ്വപ്നങ്ങളല്ല, എൻ്റെ കൂടെയുള്ള ഓരോ മനുഷ്യന് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങളാണ്. ഒരു ചെങ്ങല പോലെ. ചെങ്ങല വളരെ ശക്തിയുള്ളതാണ്, വളരെ പവർഫുള്ളാണ്. ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയ ചെങ്ങല അത്രയും ശക്തമാണ്. ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് ഉണ്ടാക്കിയ ചെങ്ങല വളരെ ശക്തിയുള്ളതാണ് ചെങ്ങല. പക്ഷേ ആ ചെങ്ങലയിൽ ഒരു കണ്ണി കേട് വന്നാൽ മതി, ആ ചെങ്ങലയുടെ ശക്തി ഇല്ലാതാവും അല്ലേ? എല്ലാ കണ്ണിയും കേട് വരണോ? എല്ലാ കണ്ണിയും കേട് വരണ്ടാണോ ചെങ്ങല ഉണ്ടാക്കിയത്? ആ കാര്യം നടക്കൂല. ഞാൻ ചില കുഴികളിലേക്ക് വീഴാതെ എന്നെ സൂക്ഷിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല. ഞാനൊരു കുഴിയിലേക്ക് വീണാൽ, ഞാനൊരു അപകടത്തിൽ ചെന്ന് വീണാൽ അതെന്നെ മാത്രമല്ല ബാധിക്കുക, ഞാൻ എന്ന ഒരു കുടുംബത്തിൻ്റെ ഓരോ ചെങ്ങലയിലെ കണ്ണിയെയും അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. എന്ന് ഫുട്ബോൾ കളിക്കുമ്പോൾ സെവൻസ് ആണെങ്കിൽ 7 ആളുകളാണ് കളിക്കുക. 7 ആൾ കളിക്കുമ്പോൾ ഒരാൾ മാത്രമാണ് ഗോളി, ബാക്കി 6 ആളുകളാണ് ഗ്രൗണ്ടിലുള്ളത്. ഒന്നാമത്തെ ആളുടെ കയ്യിൽ പന്ത് കിട്ടും, അയാൾ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കും, അയാളുടെ കയ്യിൽ നിന്ന് മൂന്നാമത്തെ ആൾക്ക് കിട്ടും. അല്ലേ? ജയിച്ചതാരാ? ഒരു ടീമാണ് ജയിച്ചത്. 6ാമത്തെ ആൾ മാത്രമല്ല ജയിച്ചത്, ഒരു ടീമാണ് ജയിച്ചത്. ഇതാണ് കുടുംബം. ചെങ്ങലയിലെ ഒരു കണ്ണി കേട് വന്നാൽ ആ ചെങ്ങലയുടെ ശക്തി ഇല്ലാതാകുന്നത് പോലെ 7 ആളുകളുള്ള ടീമിൽ ഒരാൾ ഗോളടിച്ചാൽ 7 ആളുകളും ജയിക്കുന്നത് പോലെ കുടുംബം. ആ വാപ്പയെക്കുറിച്ച് മകൻ പറയാണ്, എൻ്റെ ചങ്ങാതിമാരുടെ മുന്നിൽ, എൻ്റെ കുടുംബക്കാരുടെ മുന്നിൽ, എൻ്റെ കസിൻസിൻ്റെ മുന്നിൽ എനിക്ക് തലകുനിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ചെങ്ങലയിലെ ചുരുക്കം. ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ചുരുക്കം. വിശുദ്ധ ഖുർആനിൽ ഒരുമിച്ച് ജീവിച്ചുള്ള 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ. ഒന്നാമതായി പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളില്ലേ, അതാരാവട്ടെ, മകനായിട്ട്, ഭർത്താവായിട്ട്, പിന്നെ അമ്മോശങ്കാക്കയായിട്ട്, അല്ലെങ്കിൽ അമ്മായിമ്മയായിട്ട്, നാത്തൂനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏതൊരു മനുഷ്യനും അതാരാണെന്നറിയോ? ഖുർആൻ പറയാ, മിൻ അംഫുസിക്കും, അത് വെറും ഒരു മനുഷ്യനാണ്. ആകാശത്ത് നിന്ന് വന്ന മാലാഖയല്ല, ഭൂമിയിൽ നിന്ന് വന്ന മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. ബൈബിളിൽ ഒരു കഥ ഉണ്ട് കേട്ടോ. ബൈബിളിൽ ഒരു വലിയ രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ ആള്. ഇരുമ്പ് കൊണ്ടാണ്. എല്ലാ അവയവങ്ങളും ഉണ്ടാക്കുന്നത് ഇരുമ്പ് കൊണ്ട്. പക്ഷെ അവയവം എന്നറിയോ? കാൽപാദം. ശരിക്കും കാൽപാദമാണ് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കേണ്ടത്. എല്ലാ ഭാരവും കാൽപാദത്തിന് കിട്ടുക അല്ലേ? പക്ഷേ കാൽപാദം മാത്രം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി. അതാണ് സംഭവം. എന്താണെന്നറിയോ? എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തനായ മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തയായ മനുഷ്യനാണെങ്കിലും, മനുഷ്യനാണോ? അയാളുടെ കാൽപാദം കളിമണ്ണാണ്. ഒരു ചെറിയ കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണ് പോലെ, ചെറിയ ഒരു പ്രലോഭനത്തിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന അത്രയും ദുർബലമായ മനസ്സാണ് ഏതൊരു മനുഷ്യനും ഉള്ളത്. ഇതൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് പ്രശ്നം. ഇതിൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ട്, അതാണ് പ്രശ്നം. രാവിലെ ഉള്ളതുപോലെ ആകൂല വൈകുന്നേരം, ഇന്നലെ കണ്ടതുപോലെ ആവില്ല ഇന്ന്. എന്തുകൊണ്ടാ? ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട്, അതുകൊണ്ടാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. പഠിച്ചോനെ പറയണേ,
ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരോട് പടച്ചോൻ 3 കാര്യങ്ങൾ പറഞ്ഞതാ. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളില്ലേ, അയാളൊരു മനുഷ്യനാണ്. അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റൂല. നിങ്ങളൊരു മലക്കിനെ പ്രതീക്ഷിക്കരുത്, ഇതൊരു മനുഷ്യനാണ്. ചെറിയ കാര്യമാണോ? രണ്ടാമതായി പറഞ്ഞു, അയാൾക്ക് സ്നേഹം കൊടുക്കണം. ഒരു സംശയമല്ല, എവിടെങ്കിലും ഒരാൾ നമ്മളെ സ്നേഹിക്കാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വേറെ എന്തുമില്ലാതെയും നമുക്ക് പിടിച്ചു നിൽക്കാം. വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ട മനുഷ്യനോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞു തരും ഒറ്റപ്പെടുന്ന അവസ്ഥയുടെ ഭീകരത എന്താണ്. കെട്ടിപ്പിടിച്ച് കിടക്കാനൊരു മനുഷ്യനില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താണ് എന്ന് ആ മനുഷ്യന്മാർ പറഞ്ഞു തരും. ഗൾഫിലുള്ള ഒരാൾ തിരിച്ച് അപകട വാർത്ത അറിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ അയാളുടെ ആരുമില്ല, എല്ലാവരും പോയി. അയാൾക്ക് കരയാൻ പോലും കഴിയണില്ല. ജിബ്രാൻ്റെ ഒരു കഥ ഉണ്ട്, നിങ്ങൾ കേൾക്കണ്ട? ഞാൻ പറയുന്നത് കേൾക്കണ്ട അല്ലേ? നിങ്ങൾ കേൾക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒച്ചയിൽ പറയണത്. ഇത്ര ഒച്ച വേണ്ടല്ലോ. ജിബ്രാൻ്റെ ഒരു പഴയ സ്റ്റോറിയാണ്. ഒരു പ്രവാസിയായ ഒരാൾ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരിക. 4-5 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ പെട്ടിയൊക്കെ ഉണ്ട്, അതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങി അയാൾ നാട്ടിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് ഒരു തോണിയിൽ പോകണം. കടവുണ്ട്, തോണിയിൽ പോകുമ്പോൾ ആ പെട്ടിയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തോണിയിലിരിക്കുക. അപ്പോൾ ആ തോണിക്കാരൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് നീന്താൻ അറിയോ? ഇയാൾ പറഞ്ഞില്ല, എനിക്ക് നീന്താൻ അറിയില്ല. അയ്യോ, നീന്താൻ അറിയില്ലെങ്കിൽ കുഴപ്പമാണല്ലോ, കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്, ചിലപ്പോൾ നമ്മുടെ തോണി അപകടത്തിൽപ്പെട്ടേക്കാം. പറഞ്ഞതുപോലെ തന്നെ തോണി അപകടത്തിൽപ്പെട്ടു, മറിഞ്ഞു, നല്ല വെള്ളമുണ്ട്, ഉയർന്നു വരുന്നത്. ഈ തോണിക്കാരൻ നീന്തി 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 അക്കരെ എത്തി. പക്ഷെ അയാളുടെ മനസ്സിൽ മുഴുവൻ ആരാണ്? ആ പാവം മനുഷ്യനാണ്. പാവം എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് പോവുക. അയാളുടെ ഒരു പെട്ടിയുണ്ട്, അതിൽ അയാളുടെ പ്രിയപ്പെട്ട ആളുകൾക്കുള്ള സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അയാൾ എന്തായാലും നീന്താൻ കഴിയാതെ മരിച്ചു പോകുമെന്നൊക്കെ ഇയാൾ പേടിക്കുക. അങ്ങനെയൊക്കെ പേടിച്ച് ഇയാൾ ആ കരയിലിരിക്കുമ്പോൾ ആ മനുഷ്യനില്ലേ, അയാളിങ്ങനെ നീന്തി 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 വരുന്നുണ്ട്. പെട്ടിയും പിടിച്ച് നീന്തി 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 വരുന്നുണ്ട്. കരയിലെത്തിയപ്പോൾ ഈ തോണിക്കാരൻ ചോദിച്ചു, നിങ്ങളെന്തിനാ കള്ളം പറഞ്ഞ്? നിങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന്. വലിയ മനുഷ്യന്മാരിങ്ങനെ കള്ളം പറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനെന്താ കള്ളം പറഞ്ഞ്? നിങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? ആ, നീന്താൻ അറിയില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിയേ? ഈ സാധനത്തിൻ്റെ പേരാണ് നീന്തൽ. പിന്നെ എങ്ങനെ നിങ്ങളിവിടെ എത്തി എന്ന് ചോദിച്ചപ്പോൾ അയാളെന്താ പറഞ്ഞറിയോ? അയാൾ പറയാ, സുഹൃത്തെ, ഞാൻ തോണിയിൽ നിന്ന് വീണില്ലേ, വീണ സമയത്ത് ഞാൻ ഈ പെട്ടി ഇങ്ങനെ മുറുക്കെ പിടിച്ചു. ഈ പെട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എൻ്റെ ജീവിതമാണ്, എന്നെ കാത്തിരിക്കുന്ന മനുഷ്യന്മാരാണിത്. എൻ്റെ പ്രിയപ്പെട്ടവളുടെ കണ്ണുകൾ, എൻ്റെ കുട്ടികളുടെ കണ്ണുകൾ, എന്നെ കാത്തിരിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചുള്ള ഓർമ്മകൾ, അതൊക്കെ ഉണ്ടായപ്പോഴേ എൻ്റെ മറ്റേ കയ്യിന് എന്തോ ഒരു ശക്തി വന്നു. ഞാൻ അതുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു. ഈ പെട്ടി താഴെ വീഴാതെ ഞാൻ ഈ കൈ കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു. ഞാൻ താഴേക്ക് പോയില്ല, വീണ് പോയില്ല. ഞാനിങ്ങനെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഇവിടെ എത്തി. ഇതാണോ നീന്തൽ? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു, സുഹൃത്തെ, ഈ പെട്ടിയില്ലാതെ എന്നെ ഈ പുഴയിലേക്കൊന്ന് ഇട്ട് നോക്കൂ. ഒരു ഇരുമ്പ് കഷ്ണം താഴേക്ക് പോകുന്നത് പോലെ ഞാൻ വീണു പോകും. ഈ പെട്ടിയാണ് എന്നെ നിലനിർത്തിയത്. ആ പെട്ടി എന്താണെന്നറിയോ? കാത്തിരിക്കുന്ന മനുഷ്യന്മാരാണ്. കാത്തിരിക്കാൻ കുറച്ച് മനുഷ്യന്മാരില്ലാതെ, സ്നേഹിക്കാൻ കുറച്ച് മനുഷ്യന്മാരില്ലാതെ, കയറി ചെല്ലാൻ കുറച്ച് മനുഷ്യന്മാരില്ലാതെ നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഖുർആൻ അതാ പറഞ്ഞ, ഇപ്പം നമ്മളെ ഇപ്പം സ്നേഹിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും, കാത്തിരിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും, കേൾക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കും ഉണ്ടാവും, എനിക്കുണ്ടാവും, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഒരു ദിവസം ഈ മനുഷ്യന്മാരൊക്കെ നമ്മളെ തള്ളി പറയുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നാട്ടുകാരൊക്കെ നമ്മളെ തള്ളി പറഞ്ഞു. നമ്മൾ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിലാവാം, നമ്മുടെ അടുത്ത് വന്ന ഒരു അബദ്ധത്തിൻ്റെ പേരിലാവാം, എല്ലാവരും നമ്മളെ തള്ളി പറയുന്ന ഒരു ദിവസം നമുക്ക് കയറി ചെല്ലാൻ ഒരു മനുഷ്യൻ വേണം. പ്ലീസ് കം ബാക്ക്
എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വിളിക്കുന്ന ഒരു മനുഷ്യൻ വേണം. തെറ്റുകാരനായി തന്നെ കയറി ചെല്ലാൻ നമുക്കൊരു മനുഷ്യൻ വേണം. കുംഭസാരക്കൂട് പോലെ നമുക്കൊരു മനുഷ്യൻ വേണം. ആ മനുഷ്യനോടാണ് ഖുർആൻ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. വേറൊരു മനുഷ്യനാണ് കേട്ടോ. അയാൾക്ക് പോരായ്മകൾ ഉണ്ടാവും, തെറ്റുകൾ ഉണ്ടാവും, അബദ്ധങ്ങൾ വരും. അയാളെ അങ്ങനെ തന്നെ നിങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിന്നെ യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കൊക്കെ അറിയാലോ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവമൊക്കെ അറിയാലോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നെ കുറേ ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. ആ ജ്യേഷ്ഠന്മാർക്ക് അദ്ദേഹത്തോടൊരു അസൂയ വരുന്നു. അദ്ദേഹത്തെ ഒരു കിണറ്റിലേക്ക് കൊണ്ടുപോയി എറിയുന്നു. വേറെ ആരൊക്കെയോ വന്ന് അദ്ദേഹത്തെ രക്ഷിച്ച് അദ്ദേഹം പിന്നെ വലിയ നിലയിലെത്താണ് അല്ലേ. ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞത് എന്തിനായിരുന്നു? ആരെങ്കിലും വന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ആണോ? കൊല്ലാനായിരുന്നു. പക്ഷെ പടച്ചോൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. മലഞ്ചെരുവിലെ ചെറിയ ഒരു വീട്ടിൽ ജീവിച്ച യൂസുഫ് നബി ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തി അല്ലേ. അല്ലേ, ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച മൂസാ നബി മലഞ്ചെരുവിലെ ചെറിയ ഒരു വീട്ടിലുമെത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടത്? യൂസുഫ് നബി മലഞ്ചെരുവിലെ ഒരു ചെറിയ വീട്ടിൽ ജനിച്ച ആളാണ്. അദ്ദേഹം എത്തുന്നത് എവിടെയാ? ഈജിപ്തിലെ കൊട്ടാരത്തിലാണ്. ഈജിപ്തിലെ കൊട്ടാരത്തിൽ ജീവിച്ച ഒരാളുണ്ട്, മൂസാ നബി. അദ്ദേഹം അവസാനം എത്തുന്നത് എവിടെയാ? മലഞ്ചെരുവിലെ ചെറിയ ഒരു ഓലപ്പുരയിലാണ് എത്തുന്നത്. ഇതാണ് പടച്ചോൻ്റെ പ്ലാന്. ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? യൂസുഫ് നബി പിന്നെ വലിയ ആളായി. അദ്ദേഹം കല്യാണം കഴിച്ച് അദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടായി, ഒരാൺകുട്ടി ഉണ്ടായി. ആ ആൺകുട്ടിക്ക് അദ്ദേഹം കൊടുത്ത പേരെന്താണെന്നറിയോ? യൂസുഫ് നബിയുടെ മകന് യൂസുഫ് നബി കൊടുത്ത പേര് കേട്ടിട്ടുണ്ടോ? മനാസേഹ്. മനാസേഹ്. മനാസേഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സാരല്ല കോട്ടയം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സാരല്ല കോട്ടയം. മനാസേഹ് എന്ന് പറഞ്ഞാൽ എല്ലാം മറക്കുക എന്നാണ്. ഇതെന്തിനായിരിക്കും അങ്ങനെ ഒരു പേരിട്ടത്? യൂസുഫ് നബി അദ്ദേഹത്തിന് ആറ്റുനോറ്റൊരു കുട്ടിയെ കിട്ടിയപ്പോൾ ആ കുട്ടിക്കിട്ട പേരാണ് എല്ലാം മറക്കുക. അതെന്തിനായിരിക്കട്ടെ? ചിലപ്പോൾ ഈ കുട്ടി വലിയ കുട്ടിയാവുമ്പോൾ, വലിയ ആളാകുമ്പോൾ ഈ കുട്ടിയുടെ അടുത്ത ആളുകൾ വരും. എന്നിട്ട് പറയും, എടാ നിൻ്റെ മൂത്താപ്പന്മാരെയൊക്കെ നിനക്കറിയോ? അവരാരാന്നറിയോ? നിൻ്റെ വാപ്പയെ കൊല്ലാൻ നോക്കിയ ആളുകളാണ്. നിൻ്റെ വാപ്പയെ അവർ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടതാ കൊല്ലാൻ വേണ്ടിയിട്ട്. അവരോട് മിണ്ടാൻ പാടില്ല, അവരോട് ബന്ധം പുലർത്താൻ പാടില്ല, അവരെ മക്കളോട് പോലും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ, അവരോട് പകരം വീട്ടണം എന്നൊക്കെ ആരെങ്കിലും വന്ന് ഈ കുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞാൽ ആ കുട്ടി കൊടുക്കേണ്ട മറുപടിയാണ് വാപ്പ കൊടുത്ത പേര്. എന്താ? സാരല്ല പോട്ടെ. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം പറഞ്ഞതാ. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, ഒരു പെൺകുട്ടി, അവള് പറഞ്ഞത്, അവളെ കല്യാണം കഴിഞ്ഞിട്ട് ഈ അമ്മായിമ്മയുടെ അടുത്തുനിന്ന്, അമ്മായി അമ്മയാണ്, അമ്മയുടെ അടുത്തുനിന്ന് അത്ര നല്ല ഓർമ്മകളൊന്നുമല്ല. അമ്മ ചെറിയ കാര്യങ്ങൾക്ക് വല്ലാതെ വഴക്കിടും, വാശി കാണിക്കും, കുറ്റപ്പെടുത്തും, അങ്ങനെയൊക്കെ ഒരു അമ്മ. ഇവള് പറയാ, ഈ മരുമകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു വീട്ടിലേക്ക് ചെന്നാൽ നല്ല ചെടിയൊക്കെ കണ്ടാൽ നമ്മൾ ഒരു കമ്പ് തരുമെന്ന് ചോദിക്കൂലേ? അങ്ങനെ അവരൊരു കമ്പ് തന്നാൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കൊണ്ടുവന്ന് കുത്തില്ലേ? എന്നിട്ട് അതിന് വെള്ളവും വളമൊക്കെ കൊടുക്കൂലേ? അതിന് വളരാനും വേര് പിടിക്കാനുള്ള ഒരു സമയം കൊടുക്കൂലേ? ഇല്ലേ? ഇതാണ് മരുമകൾ. വീട്ടിൽ വളർന്ന ഒരു മരവും അയൽപ്പക്കത്ത് നിന്ന് കൊണ്ടുവന്ന് കുത്തിയ ചെടിയും ഒരുപോലെ ആവില്ലല്ലോ. വീട്ടിൽ വളർന്ന ഒരു മരം പോലെയല്ല അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് കുത്തിയ ചെടി, അതിന് വേര് പിടിക്കണ്ടേ? പക്ഷേ ഈ അമ്മയുടെ അടുത്തുനിന്ന് അങ്ങനെയുള്ള അനുഭവം ഒന്നും ഉണ്ടായില്ല. അതാണ് അവൾ പറയണത്. അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പിന്നെ ഒരു ദിവസം വല്ലാതെ വേദന എടുത്ത് ആശുപത്രിയിലേക്ക് പോയി, മരുന്നൊക്കെ കുടിച്ച് തിരിച്ചു വന്ന് അവളിങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി കുറേ കഴിഞ്ഞപ്പോഴാണ് ആരോ ഇങ്ങനെ തൊടുന്നത് പോലെ തോന്നി, ആരോ ഇങ്ങനെ തലോടുന്നത് പോലെ. അവൾ മെല്ലെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അമ്മയാണ്. ഇത്രയും കാലം സ്നേഹത്തോടെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലാത്ത അമ്മ
മരുമകളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തലോടിയിരിക്കുന്നു. അത് അമ്മയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ അങ്ങനെ തന്നെ കിടന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അമ്മ മരിച്ചു. അമ്മ മരിച്ച ദിവസമാണ് ഇവൾ പറയണേ. അവൾ പറയാ, അമ്മ എന്നെ കുറേ വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, എന്നെ കുറേ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ പാതിരാത്രിയിലെ തലോടൽ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ മാഞ്ഞുപോയി. ബാക്കിയുള്ളതൊക്കെ മാഞ്ഞു പോവുകയും ഒറ്റ പാതിരാത്രിയിലെ തലോടൽ മാത്രം ബാക്കിയാവുകയും ചെയ്യുന്ന അത്ഭുതമാണ് ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, കാരുണ്യം. ഒരു മനുഷ്യന് വേറൊരു മനുഷ്യൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ കാരുണ്യമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. അത് ഭാര്യയും ഭർത്താവുമായിട്ടല്ല, ഒരു ഹോസ്റ്റലിൽ പോലും ജീവിക്കാൻ കഴിയില്ല, ഒരു മുറിയിൽ അയാളുടെ കൂടെ ജീവിക്കാൻ പോലും കഴിയില്ല, കാരുണ്യമില്ലാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബ്രസീലിൽ ഒരു വലിയ എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പാവ്ലോ കൊയ്ലോ എന്നാണ്. പാവ്ലോ കൊയ്ലോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട്, സഹീർ എന്നാണ് നോവലിൻ്റെ പേര്. അത് പത്രപ്രവർത്തകയാണ്. അങ്ങനെ എവിടെ പോയതാണ്, അഫ്ഗാനിസ്ഥാനിൽ പോയതാണ്. പിന്നെ ആൾ വരുന്നില്ല. അങ്ങനെ ഭാര്യയെ തെരഞ്ഞ് ഇയാൾ നടക്കുകയാണ് പല സ്ഥലങ്ങളിലൂടെ. അങ്ങനെ നടന്ന് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാണ്. ഒരു സ്ഥലത്ത് എത്തുകയാണ്, കസാക്കിസ്ഥാനിലോ മറ്റോ എത്തുക. അവിടെ ഇരുന്നിട്ട് അയാളൊരു ഡയറി എഴുതുന്നുണ്ട്. ഭാര്യയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അയാൾ എഴുതുന്ന ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിലെ ഒരു വാക്ക് ഇങ്ങനെയാണ്. ഭാര്യയുടെ പേര് എസ്തർ എന്നാണ്. എസ്തർ, എൻ്റെ എസ്തർ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ തെരഞ്ഞു വരും. എനിക്ക് നിന്നെ വേണം, നിന്നെ വിടാൻ പറ്റൂല എനിക്ക്. അതെന്തുകൊണ്ടാണെന്നറിയോ? ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല, അതുകൊണ്ടല്ല. ലോകത്ത് എന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് നീ ആയതുകൊണ്ട്. എനിക്കങ്ങനെ വേറൊരാളെ കിട്ടിയിട്ടില്ല. എന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്ന വേറൊരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ വേണം. എനിക്ക് നിന്നെ സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ പിരാന്ത് പിടിച്ച സ്നേഹമാണ്. പക്ഷെ നിന്നേക്കാൾ എനിക്ക് സ്നേഹമുള്ള വേറെ ഒരാളുണ്ട്. നിന്നേക്കാൾ എനിക്ക് സ്നേഹമുള്ള വേറെ ഒരാളുണ്ട്. അതാരാന്നറിയോ? നീ ഉള്ളപ്പോൾ മാത്രമുള്ള എന്നെ. ആ എന്നെ ഞാൻ വേറെ ഒരാളുടെ കൂടെയും കണ്ടിട്ടില്ല, നിന്റെ കൂടെ മാത്രമേ കണ്ടുള്ളൂ. നീ ഉള്ളപ്പോൾ മാത്രമുള്ള ഒരു ഞാനുണ്ട്. ആ എന്നെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ബന്ധങ്ങൾ ഈ ജീവിതത്തിന് കരുത്താണ് തരുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ട് അവിടെയുള്ള പുനരധിവാസ ക്യാമ്പിൽ കഴിയുന്ന ഓരോ മനുഷ്യനും നമ്മളോട് ഇങ്ങനെ തളർന്ന കണ്ണുകളോടെ പറയുന്നത് കൂടെയുള്ള മനുഷ്യൻ്റെ വിലയാണ്. കൂടെയുള്ള മനുഷ്യൻ്റെ വിലയാണ്.